ജോസ് കെ മാണി ഇപ്പോൾ എൽ ഡി എഫിലാണ്. അദ്ദേഹം എൽ ഡി എഫിൽ തുടരുമോ, യു ഡി എഫിൽ പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന അത്ര ഗൗരവമില്ലാത്ത ഒരു ചർച്ച. ജോസ് കെ മാണി നമുക്കറിയാം, അദ്ദേഹം കെ എം മാണിയുടെ മകനാണ്. അദ്ദേഹത്തിന് യു ഡി എഫിനോടായിരുന്നു എല്ലാ കാലത്തും ഇഷ്ടം. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എൽ ഡി എഫിലേക്ക് പോകേണ്ടി വന്നതാണ്. പക്ഷേ ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഇനി അദ്ദേഹം യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇല്ല, ഇതിങ്ങനെ ചർച്ചയാകുന്നത് വാർത്തയാണെന്ന് വെച്ചാൽ ഇന്നലെ മലയാള മനോരമ ഇതങ്ങനെ റിപ്പോർട്ട് ചെയ്തു. യു ഡി എഫിലേക്ക് പോകുന്നു, ചർച്ചകൾ നടക്കുന്നു. ഞാൻ ഈ രണ്ട് സോഴ്സുള്ള ആളുകളോടും ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, നടക്കുന്നില്ല എന്നാണ്. കോൺഗ്രസ്സിലാണെങ്കിലും കേരള കോൺഗ്രസ്സിലാണെങ്കിലും. പക്ഷേ അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥാപനങ്ങളും വ്യക്തികളും നമ്മുടെ നാട്ടിലുണ്ട്. അവരവരുടെ ഒരു ആഗ്രഹചിന്ത പ്രകടിപ്പിച്ചതായിട്ടാണ് ആ വാർത്തയെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു വിഷയമാണ് ഈ പറയുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എവിടെ നിൽക്കും, എവിടെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നത്, അതിൽ എന്തെങ്കിലും തലക്കുള്ള ഒരു നിഗമനങ്ങളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയണം. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷനിൽ സപ്പോസ് എൽ ഡി എഫിന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. സാമാന്യേന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എൽ ഡി എഫ് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകാറില്ല. കാരണം അവരുടെ ഇലക്ഷൻ ഭയങ്കരമായ അങ്ങേയറ്റം സങ്കീർണമായ ഇലക്ഷൻ മാനേജ്മെൻറ്റ് ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിലെപ്പോഴും മേൽക്കൈ ഉണ്ടാകുക എൽ ഡി എഫിനായിരിക്കും. കാരണം അവരുടെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിനെല്ലാം മറികടന്ന് അതിഭയങ്കരമായ തിരിച്ചടി ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ആ നിലക്കുള്ള ചില ചർച്ചകൾ തുടങ്ങും. പക്ഷേ ഇതിങ്ങനെ പല സന്ദർഭങ്ങളായിട്ട് ഇത് അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ടല്ലോ. അതിന് പല കാരണങ്ങളും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അതിൻ്റെ ഒരു പ്രവർത്തകരുണ്ടല്ലോ, അവരുടെ ഒരു പ്രവർത്തന സംസ്കാരം, അവരുടെ ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ അലൈ എന്ന് പറയുന്നത് യു ഡി എഫ് ആണ്. അതിൻ്റെ എൽ ഡി എഫിൽ നിന്നിട്ട് അവർക്ക് അങ്ങനെ അതിൻ്റെ ഒരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ ഇതൊന്ന് മാറണം എന്ന ആഗ്രഹമുള്ള ആളുകൾ അതിനകത്ത് ധാരാളമുണ്ട്, കോട്ടയത്ത് ധാരാളമുണ്ട്. പിന്നെ സഭയ്ക്കകത്തും സഭയ്ക്ക് യു ഡി എഫിൽ ഇടപഴകുന്നത് പോലെ ആ ഒരു സ്വാഭാവികതയിൽ എൽ ഡി എഫിന് അകത്ത് ഇടപഴകാൻ പറ്റുന്നില്ല. അവരിൽപ്പെട്ട പലർക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറവലങ്ങാട് നസ്രാണി സംഘം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത വളരെ അഭിവന്ദ്യനായ ഒരു പിതാവ് ഇക്കാര്യം ജോസ് കെ മാണിയോട് ഇതേക്കുറിച്ച് ഡിസ്കസ് ചെയ്തെന്നാണ് കോട്ടയത്തുള്ളൊരു കരക്കമ്പി. അതിനെ തുടർന്നാണ് ഈ വാർത്തകളൊക്കെ വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും കുറച്ചും കൂടി എളുപ്പം ഡീൽ ചെയ്യാനും എൻഗേജ് ചെയ്യാനും എളുപ്പമായതാണ് യു ഡി എഫ് ആണ്. അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പിതാക്കന്മാരുണ്ട്. പക്ഷെ അതിൽ വേറെ കുറേ തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയത്തെ കോൺഗ്രസ് വരുന്നുണ്ടല്ലോ, കോട്ടയത്തെ കോൺഗ്രസ് ലീഡർഷിപ്പ് അവരെ സംബന്ധിച്ച് അവർക്ക് സൗകര്യം എന്താണ്, മാണി ഗ്രൂപ്പ് ഇല്ലാത്ത യു ഡി എഫ് ആണ്. കാരണം അവർക്കൊരു മേൽക്കൈ കിട്ടും, കുറേ അധികം സീറ്റുകൾ ഇവർക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. മാണി ഗ്രൂപ്പ് ഇല്ലെങ്കിൽ കുറച്ചധികം സീറ്റിൽ മത്സരിക്കാൻ പറ്റും. അപ്പോൾ പതുക്കെ ഇങ്ങനെ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ എൽ ഡി എഫിനോട് ചേർന്ന് ഒത്തുപോകാൻ പറ്റാത്ത കേരള കോൺഗ്രസ്സുകാർ അവരിങ്ങോട്ട് വരും. നമ്മുടെ പാർട്ടിയാണെങ്കിൽ പാർട്ടി തന്നെയും കോട്ടയത്ത് ശക്തിപ്പെടും. അതുകൊണ്ട് അതിനെ പരിഗണിക്കേണ്ടതില്ല, പിന്നെ മാണി ഇല്ലാതെയും മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നവരാണ് കോട്ടയത്തെ കോൺഗ്രസ് ലീഡർഷിപ്പ്. നല്ലൊരു ശതമാനം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവർക്ക് ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പാലായിലെ തെരഞ്ഞെടുപ്പ് ഫലം, പാലായിൽ നിന്ന് ഇദ്ദേഹം പരാജയപ്പെടുന്നു, പിന്നെ മാണി സി കാപ്പൻ വിജയിക്കുന്നു. പിന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പിടിക്കാൻ പറ്റുന്നു. അതും ആരെ വെച്ചിട്ട്, കേരള കോൺഗ്രസിൻ്റെ തന്നെ മറ്റേ ഗ്രൂപ്പിനെ വെച്ച് കോട്ടയം പിടിക്കാൻ പറ്റുന്നു. അപ്പോൾ അത് അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ട്. ഇവനില്ലെങ്കിലും, കുഞ്ഞുമാണി ഇല്ലെങ്കിലും, ജോസ് കെ മാണി ഇല്ലെങ്കിലും നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരള കോൺഗ്രസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്ന പാർട്ടി അവർക്കൊരു അടിത്തറയുണ്ട്. എൽ ഡി എഫിൽ ഇപ്പോൾ 4 കേരള കോൺഗ്രസ് ഉണ്ട് കേട്ടോ. പിന്നെ മറ്റേ ആൻ്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ്, പിന്നെ ഗണേഷ് കുമാറിൻ്റെ ബി ഉണ്ട്, പിന്നെ സ്കറിയ തോമസിൻ്റെ കേരള കോൺഗ്രസും എൽ ഡി എഫിലുണ്ട് ഔദ്യോഗികമായിട്ട്. 4ാമത്തതാണ് ജോസ് കെ മാണി. അപ്പുറത്ത് യു ഡി എഫിൽ ജോസഫിൻ്റെ കേരള കോൺഗ്രസ്സാണുള്ളത്. ഇതിൽ ഒരു ഭദ്രമായ അടിത്തറയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി. അതിലൊരു സംശയമില്ല. കോട്ടയത്തും ഇടുക്കിയിലും അവർക്ക് ഭദ്രമായ അടിത്തറയുണ്ട്. പക്ഷെ അത് എത്ര കാലം എന്നുള്ളത് വേറെ നോക്കേണ്ടതാണ്. ഒരു നഫിൽ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കൂ. യൂത്ത് ഫ്രണ്ട് എം എന്ന് പറഞ്ഞൊരു സംഘടനയെക്കുറിച്ച് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടോ?
നമുക്ക് എന്തെല്ലാം സമരങ്ങൾ നടത്തിയിരുന്ന, പ്രത്യേകിച്ച് റബ്ബറുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സമരങ്ങൾ നടത്തിയിരുന്ന സംഘടനയാണ്. മുമ്പ് സജീവ് മഞ്ഞക്കടം വരെ നമ്മൾ ധാരാളം കേൾക്കായിരുന്നു. സജീവ് പോയി ഇപ്പോൾ സ്വന്തം പാർട്ടി ഉണ്ടെന്നാണ്, സ്വന്തമായൊരു പാർട്ടിയുണ്ട്. അത് NDAയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. NDAയിലാണുള്ളത്. അപ്പോൾ യൂത്ത് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഓൾമോസ്റ്റ് ഡിഫങ്ക്റ്റായിട്ട് നിൽക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? വേറൊന്നുമല്ല, യുവജന സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള ചെറുപ്പക്കാരില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറുപ്പക്കാർ വേണ്ട ഇതിനകത്ത് പ്രവർത്തിക്കാൻ. യൂത്ത് ഫ്രണ്ട് മറ്റേ അവരുടെ വിദ്യാർത്ഥി സംഘടന ഉണ്ടല്ലോ, കേരള സ്റ്റുഡൻസ് കോൺഗ്രസ്, അതും ഇല്ലല്ലോ. അത് എന്ന് പറഞ്ഞാൽ താഴോട്ട് വളരുന്ന സംഘടനയാണ്. എല്ലാ കേരള കോൺഗ്രസ്സുകാരും അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും സ്വന്തമായിട്ട് അടിത്തറയുള്ള ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്വന്തമായ അടിത്തറയുള്ള കേരള കോൺഗ്രസ് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് കേരള കോൺഗ്രസ് മാണി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം, UDF എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി എന്നതിലപ്പുറം അത് ഒരു സാമൂഹിക മുന്നണിയാണ്. വളരെ കുറച്ചും കൂടി സ്പഷ്ടമായി പറഞ്ഞാൽ നായർ, ക്രിസ്ത്യൻ, മുസ്ലിം ഈ 3 വിഭാഗങ്ങളുടെ ഒരു സാമൂഹിക മുന്നണിയാണ് UDF എന്ന് പറയുന്നത്. അതിൽ ഈ കേരള കോൺഗ്രസ് മാണി അതിൽ നിന്ന് പോകുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ UDFൻ്റെ ഈ സാമൂഹിക അടിത്തറയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാമൂഹിക അടിത്തറ ദുർബലപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2011 അസംബ്ലി ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് അത് LDFനൊരു മേൽക്കൈ നൽകുന്ന ഒരു ഡീലിമിറ്റേഷനാണ്. ഒരു 40 മുതൽ 50 വരെ മണ്ഡലങ്ങളിൽ LDFന് ആധിപത്യം ലഭിക്കുന്ന സ്വഭാവത്തിലാണ് അസംബ്ലികളുടെ ഘടന, ഈ പുനഃസംഘടന നടന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് വർഷങ്ങൾ എടുത്തൊരു പ്രോസസ്സാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അവർക്ക് പറയാനോ അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നല്ല ഹോംവർക്ക് ചെയ്ത് നന്നായി പണിയെടുത്തത് ആരാണ്? CPM ആണ്. കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അതിൻ്റെ ചാർജ്. അപ്പുറത്ത് കോൺഗ്രസ്സിൽ എനിക്ക് തോന്നുന്നു MP ഗംഗാധരനായിരുന്നു അതിൻ്റെ ചാർജ്. അദ്ദേഹം എന്താണ് അതിൽ ചെയ്തതെന്നുള്ളത് വേറെ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ 2011 ഡീലിമിറ്റേഷൻ LDFന് ആധികാരിക വിജയം നൽകാൻ പര്യാപ്തമാകുന്ന തരത്തിലാണ് സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കുക, 2011 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന UDF ആണ്. പക്ഷേ എത്രയാ സീറ്റ് ഓർമ്മയുണ്ട് നൗഫലിന്? 72 സീറ്റാണ്. ജസ്റ്റ് ത്രഷോൾഡ് കടന്നിട്ടേ ഉള്ളൂ. അതിനുശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളും LDF ആണ് വിജയിച്ചത്. അത് നോക്കണം നമ്മൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ UDF ഗംഭീര വിജയം നേടുന്ന സംസ്ഥാനത്താണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ സംഭവിക്കുന്ന കൂടെ മനസ്സിലാവും. അപ്പോൾ അസംബ്ലി മണ്ഡലങ്ങളുടെ ഘടന LDFന് അനുകൂലമായി നിൽക്കുകയും UDFൻ്റെ ഈ പറയുന്ന സാമൂഹിക അടിത്തറയിൽ ഒരു വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടി അപ്പുറത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം അസംബ്ലി തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് അത് വലിയൊരു ചലഞ്ചാണ്. അതുകൊണ്ടൊരു കംഫർട്ടബിളായിട്ട് ജയിച്ചു പോകണം എന്ന് UDFന് ആഗ്രഹമുണ്ടെങ്കിൽ മാണി ഗ്രൂപ്പിനെ ഇപ്പുറത്ത് എത്തിക്കുകയാണ് ഫ്യൂച്ചറിസ്റ്റിക്കായി ചിന്തിക്കുന്ന നേതാക്കന്മാർ ചെയ്യേണ്ടത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഈ കോട്ടയം ലീഡർഷിപ്പിന് അതിൽ വലിയ താല്പര്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ല. സതീശൻ അടച്ചു നിഷേധിക്കുന്ന സ്വഭാവത്തിലാണ് സംസാരിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഏതെങ്കിലും നിലക്കുള്ള ഒരു ബാർഗെയിനിങ് ലിവറേജ് കേരള കോൺഗ്രസിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. അവരിപ്പോൾ അവിടെയല്ല, അവിടെ നിൽക്കുമ്പോൾ എന്ത് ചർച്ചയാണെന്ന് പറയുമ്പോൾ LDFനകത്തും ബാർഗെയിൻ ചെയ്യാൻ പറ്റരുത്, ഞങ്ങളോടും ബാർഗെയിൻ ചെയ്യാൻ പറ്റരുത് എന്നുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് സതീശൻ അങ്ങനെ പറയുന്നത്. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരു കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക്കായി ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലത് കേരള കോൺഗ്രസ് ഇപ്പുറത്ത് വരുന്നതാണ്. LDFന് ഈ പറയുന്ന അസംബ്ലികളിൽ ഘടനാപരമായി തന്നെയുള്ള മേൽക്കൈയോടൊപ്പം കേരള കോൺഗ്രസിനെ പോലെ ഭദ്രതയുള്ള അടിത്തറയുള്ള ഒരു സവിശേഷ ജോഗ്രഫിയിലാണെങ്കിലും അടിത്തറയുള്ള ഒരു പാർട്ടി ഉണ്ടാവുന്നത് എപ്പോഴും ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇപ്പോൾ ഇതിലേ ഈ ക്രിസ്ത്യൻ മേഖലയിലൊക്കെ ഒരുപാട് BJP ഇൻട്രോഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടൊരു സന്ദർഭം കൂടിയാണിത്. ആ ഒരു സമയത്ത് ഇങ്ങനൊരു മുന്നണി മാറ്റം ഏത് തരത്തിലുള്ള ഫലമാണ് ഉണ്ടാക്കുക?
അതിലിപ്പോൾ ദൗസേ തന്നെ കുറേ വിശാലമായ തലങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ശരിയാണ്, എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കേരള കോൺഗ്രസ്സുകാരുടെ സ്വാഭാവികമായ ആവാസസ്ഥാനം എന്ന് പറയുന്നത് UDF ആണ്. അവർക്ക് എപ്പോഴും വില്ലപേശാനും തർക്കങ്ങൾ ഉണ്ടാക്കാനും വാങ്ങിച്ചെടുക്കാനും കഴിയുന്ന ഒന്ന്. രണ്ട്, അവരുടെ സഭകൾക്ക് എപ്പോഴും കൂടുതൽ ഈസിയായി ഇടപെടാൻ കഴിയുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് എല്ലാം കൂടി പരിഗണിച്ചാൽ തന്നെയും UDF ആണ് എപ്പോഴത്തെയും അവരുടെ സ്വാഭാവികമായ സ്ഥലം. എന്ന് മാത്രമല്ല, താഴെ തട്ടിലെ പ്രവർത്തകർക്ക് സഹകരിച്ച് പ്രവർത്തിക്കാനും എപ്പോഴും കഴിയുക UDF-ഉമായിട്ടാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴാണ് അവരിതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കാൻ പോകും ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ. പക്ഷേ പെട്ടെന്ന് LDF വിട്ടു പോകുന്നതിന് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ പെട്ടെന്ന് LDF വിട്ടു പോകുന്നതിന് പലതരം കാരണങ്ങളുണ്ട് ജോസ് കെ മാണിയുടെ മുമ്പിൽ എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തേത്, ജോസ് കെ മാണി നല്ല നിലയ്ക്ക് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ. CPM അവരുടെ ഒരു സീറ്റ് എടുത്ത് കൊടുത്ത് അദ്ദേഹത്തെ രാജ്യസഭ MP ആക്കിയിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും അവരെ പരിഗണിക്കുന്നുണ്ട്. അവർക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായാൽ പോലും ഇപ്പോഴും അവരെ പരിഗണിക്കുകയും കേൾക്കുകയും അവരുടെ ആവശ്യങ്ങളെല്ലാം മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പിൻ്റെ അതൃപ്തിയുടെ ശബ്ദം രേഖപ്പെടുത്തിക്കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ, നമ്മളിപ്പോൾ ഈ ഒരു കാണേണ്ട ഒരു സംഗതി, ഈ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വർഗീയമായി ഉത്തേജിപ്പിക്കുന്നതിനുള്ള വലിയ പണി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്കിടയിൽ ഒരു ആൻറ്റി മുസ്ലിം സംഗതി പരമാവധി ഡെവലപ്പ് ചെയ്യാൻ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരായാൽ തന്നെയും അതിനെ പരമാവധി പരിപോഷിപ്പിക്കുന്ന സമീപനം പലപ്പോഴും CPM എടുക്കുന്നത് നമുക്ക് കാണാം. എന്ന് വെച്ചാൽ അതിൻ്റെ ഗുണഭോക്താവാകാൻ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ കാലത്തിൻ്റെ ഗുണഭോക്താവായിക്കൊണ്ടിരിക്കുന്നത് CPM ആണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പുറത്തുള്ള കോൺഗ്രസിനെ ഒരു മുസ്ലിം ലീഗ് മുന്നണി, ഒരു മുസ്ലിം മുന്നണി, പിന്നെ ഏതൊക്കെയോ തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുള്ള മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിന് ഡോമിനൻസ് ഉള്ള മുന്നണി, മുസ്ലിം ലീഗിലെ UDF-ലെ തീരുമാനങ്ങൾ എടുക്കുന്നത് മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞ് അതിനെ എന്തിന് ഒരു മുസ്ലിം ഫ്ലേവർ പരമാവധി കൊടുത്ത് ആ മുന്നണിയെ അങ്ങനെ ഇവരിൽ നിന്ന് അകറ്റി നിർത്താനുള്ള പണി ആരെടുക്കുന്നുണ്ട്? ഈ പറയുന്ന CPM എടുക്കുന്നത് നമുക്ക് കാണാം. കാരണം നോക്കൂ, മുസ്ലിം ലീഗിനെ കുറിച്ചും മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെയുള്ള വലിയ ആശങ്കയൊക്കെ പങ്കുവയ്ക്കുമ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഈ പറഞ്ഞ കാസ പോലെയുള്ള വർഗീയ സംഘടനകൾ കടന്നു കയറുന്നതിനെക്കുറിച്ചോ അവർ ഈ മതപ്രമാണിമാരെ പോലും സ്വാധീനിക്കുന്നതിനെക്കുറിച്ചോ എപ്പോഴെങ്കിലും ഒരു അസ്വസ്ഥത, ഇന്നിപ്പോൾ KM ഷാജി അത് പറഞ്ഞു, CPM പങ്കുവയ്ക്കാറില്ല. CPM-ന് കേരളത്തിലെ മതസമൂഹങ്ങൾ വർഗീയവൽക്കരിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള സ്വാഭാവികമായ ആധിയാണെങ്കിൽ ഇത് പറയണ്ടേ? ഇതിൻ്റെ എന്തുമാത്രം ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന എപ്പിസോഡ്സ് നമ്മൾ കണ്ടു. ഇതിൽ ഈ നിഷാദ് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ മുനമ്പം വിഷയത്തിൽ വഖഫ് ബോർഡ് ആർക്കും, ഒരു കുടുംബത്തിനും കുടിയിറക്കൽ നോട്ടീസ് അയച്ചിട്ടില്ല എന്ന പ്രസ്താവന വഖഫ് ബോർഡ് ചെയർമാൻ എപ്പോഴാണ് ഇറക്കുന്നത് അറിയോ? ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ അതെങ്ങനെ പ്രയോജനപ്പെടണം എന്ന കാര്യത്തിൽ ഏറ്റവും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടി CPM ആണ്. അപ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അങ്ങനെ ക്രിസ്ത്യൻ സൊസൈറ്റിക്കകത്ത്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ സൊസൈറ്റിക്കകത്തേക്ക് ഈ പറയുന്ന ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സംഗതി പരമാവധി കുത്തിച്ചെലുത്തിക്കൊണ്ടിരിക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മുസ്ലിം ലീഗുള്ളൊരു മുന്നണിയിൽ ചേർന്നാൽ എന്തുമാത്രം അടിസ്ഥാന വോട്ടുകൾ അടിത്തറ നിലനിർത്താൻ കഴിയുമെന്ന ആശയക്കുഴപ്പം ഐ തിങ്ക് ജോസ് കെ മാണിക്കും അദ്ദേഹത്തിൻ്റെ മതമേലധ്യക്ഷന്മാർക്കും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ ഇറങ്ങിപ്പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി അവർ അനുഭവിക്കുന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ പറയുന്ന സംഗതി അതിനകത്തുണ്ട്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം ഫാക്ടേഴ്സ് ഒന്നും വർക്ക് ചെയ്യണമെന്നില്ല. ഇപ്പോൾ തോമസ് ചാഴിക്കാടൻ തോറ്റുപോകുന്നത് നമ്മൾ കണ്ടാണ്. വിജയിക്കാൻ കഴിയുമായിരുന്ന സീറ്റിൽ തോറ്റുപോവുകയും അവിടെ സ്വതവേ ദുർബലമായി ഇനി തിരിച്ചു വരേണ്ട ഒരു സാധ്യതയുമില്ല എന്ന് വിചാരിച്ചിരുന്ന എന്താ പറയുന്നത് ജോസഫ് സാറിൻ്റെ പാർട്ടി ഉയർന്നു വരുന്നത് കാണുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുന്ന ഒരു ഭരണവിരുദ്ധത എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഭയങ്കരമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് കൂടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേപോലെ ഈ സർക്കാർ ജനപ്രീതിയായി പോപ്പുലറായി നിൽക്കുമോ അതോ വീണു പോകുമോ എന്നതിൻ്റെ ഒരു സൂചന അവർക്ക് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ കിട്ടും. അതൊരു ഗെയിം ചേഞ്ചറായി മാറാൻ പോകുന്നുണ്ട്. അവിടെ ആയിരിക്കും അവർ തീരുമാനം എടുക്കാൻ പോകുന്നുണ്ടാവുക. തീരുമാനമെടുക്കാൻ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് അവർക്കുണ്ട്. ഈ പറഞ്ഞ മതങ്ങളുടെ കത്തോലിക്ക സഭയുടെ ഇടപെടൽ പോലും അതിൽ പ്രധാനമാണല്ലോ. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു അതിലൊരു തീരുമാനം അവർക്ക് എടുക്കാൻ കഴിയുക അവിടെ വെച്ചായിരിക്കും. അവിടെ ആയിരിക്കും ഇതിൻ്റെ ഒരു മീറ്റിംഗ് പോയിന്റ്. അതുവരെ ഇതിങ്ങനെ തന്നെ പോകും എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം.